കൂട്ടിയിട്ട് വന്നാലും നമ്മൾ ഈ പുരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ? കുടുംബത്തെ എന്താ കാര്യം പറയാൻ? നിങ്ങൾക്ക് നമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ നമ്മുടെ ഫോട്ടോ പേഴ്സണാക്കി വെച്ചോണ്ട് നടക്കണേ. എടി എന്തെങ്കിലും എടുങ്ങേരായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലിങ്ങി പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കി ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം എന്റെ മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ലല്ല അത് എന്നോർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടോ പേശിക്കൊണ്ട് നടക്കണത്. മനുഷ്യ നിങ്ങൾ നമ്മളെ ഇടങ്ങേറൊക്കെ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണം, പിന്നെ പെണ്ണാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണം. പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ മദ്രാസ് മെയിൽ ആണോ ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മളെ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാനിട്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാരോടൊരു വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. ആങ്ങളുടെ മോൻ വരുന്ന കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ തലക്കിട്ട് ഞാൻ അടിക്കും. വിരുന്നുകാരെ കൊണ്ട് വലിയ തൊല്ലായില്ല. അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് ഭ്രാന്താ. എടി ആ ഹിമാർ വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടരടങ്ങനായിട്ട് നാശം ഇവിടുന്ന് പോവേയില്ല. മാമാ വടച്ചോനെ അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അകത്തേക്ക് ഇട്ടോളൂ. അപ്പോഴത്തേന് നീർക്കൊലി എത്തി. മാമാ ഞാനെത്തി. കുടുംബത്തിൽ കേറിയ നിന്നെ കല്ലല്ലേ മാമ കൊല്ലല്ലേ മാമ പറയാ കേട്ട് ഞാൻ നിന്നോടാ മാമ പണ്ടത്തെ പോലെ ഞാൻ കാശി കൊണ്ടിവിടുന്നേ മുങ്ങൂല. കുറച്ചു നേരം നിന്നിട്ട് പൊക്കോട കുരുത്തം കെട്ടോന്നേ അല്ല വിരുന്ന് പാക്കുവാൻ പരുങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് പോകാനുള്ളതാണ്. അങ്ങനെ പറയല്ലേ, പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും. പെട്ടെന്ന് ചോറുണ്ടാക്കാം. അവര് ചോറിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന് എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി നീ ആയിരിക്കും. എന്നാ പെട്ടെന്ന് പോയിന്ന് വെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്കുമ്പോ അവര് പോണോന്ന്. അല്ല എനിക്കറിയാൻ മേലെ ചോദിക്കാം, എന്നെ പറഞ്ഞു വിടാൻ മാമക്കല്ലേ ഇത്ര ധൃതി? എടാ നിന്റെ കുടുംബത്തിൽ കഴിക്കാൻ കൊള്ളൂല. അത് തന്നെ നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എടാ നീ അപ്പുറത്തെ വീട്ടിലെ റസിയനോട് എന്തോ വേണ്ടാതിനെ പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നായിരുന്നാ? എടാ മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാണ് പിന്നെ അവരെ കൂട്ടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തേക്ക് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്നോട് പൊറുക്കണമെന്നായി പോയിട്ട് മാമാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കുടുംബത്തിൽ കഴിക്കാൻ കൊള്ളില്ലെന്ന്. നീ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ, നീയും കയറിപ്പോടിയകത്ത്. അയ്യടാ മാമ എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോകൂല എന്റെ മാമ. അടുത്ത ചെലവ് നിനക്ക് എന്തിനാടാ ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ നിനക്ക് പടച്ചോൻ എന്തിനാടാ രണ്ട് കാല് വന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. നീ ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ രസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാമോടാ? എന്താണ് എന്റെ കണ്ണത്തൊരു നീര്?
അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്നെ അങ്ങനെ നീര് വരുവാടാ. ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തിട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളാം. ഏയ് ഞാൻ പോവൂല. നീ പോവില്ല. എന്റെ മാമ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോവും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല, പോവൂല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത്? ഉമ്മ. എന്റെ ഉമ്മ. ഇക്കാ. അടച്ചോനെ എന്താണ് മാത്രമോ എന്തു പറ്റി? അമ്മോ, ആകെ ഇടങ്ങേറായി. എന്താണ്? നമ്മുടെ മൂത്തുമ്മയും മൂത്താപ്പയും മൂത്തുമ്മയുടെ മോളും കെട്ടിയോനും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതാ. ഇപ്പൊ ഫോൺ വന്നു. ഓ ദേ പിന്നെയാ പറഞ്ഞ തിരിഞ്ഞുകാരി. ഇതാകെ ഇടങ്ങേറാവൂല. ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താങ്ങൂടി പാത്തുമ്മ? ഇനി ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല. ഒക്കെ അവറ്റകൾ തിന്നു തീർക്കും. ആ പാത്തുമ്മ, നമുക്കൊരു പണിയാടി. എന്താ മനുഷ്യനെ? നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നു. ഒന്നോ എപ്പോ? അതല്ലെന്ന്, നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കണം. മനസ്സിലായ? മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു വെക്കോളൂ. മനസ്സിലായ? മനസ്സിലായി. ഇങ്ങോട്ട് വരില്ലായിട്ട് ആരും കയറി വരണ്ടേ? ശരിയാ ശരിയാ, ഇങ്ങോട്ട് പറഞ്ഞേട്ടാ. ചിക്കൻ ആയിരുന്നു, ചിക്കൻ. ചിക്കൻ ബിരിയാണി അതല്ലെന്ന്, ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇത് കുളിക്കണ്ടുള്ളൂ. കുളിക്കണേന്റെ അന്ന് വന്നതന്നെ എല്ലാവർക്കും പകരും. വേഗം പോയിക്കോ.